ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉഴുന്നില്ലാത്ത ദോശമാവ് അരച്ച് നോക്കിയതാണ്, സക്സസ് ആയി. ഉഴുന്നുണ്ടായില്ല, അതുകൊണ്ട് തന്നെ ഇഡ്ഡലി റൈസ്, ചോറ്, ഈസ്റ്റ്, 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് ദോശ ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. റെഡ് ചമ്മന്തിയും ചായയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വിശന്നപ്പോൾ റോബസ്റ്റ പഴം കഴിച്ചു. റോബസ്റ്റ പഴമാണോ ചെറുപഴമാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. ലഞ്ചിന് സാമ്പാറും കൊടപ്പനും ചെറുപയറും ഉപ്പേരി ഉണ്ടായി. കൊടപ്പനും പരിപ്പും വയ്ക്കും. ഇന്ന് കൊടപ്പനും ചെറുപയറും ഉപ്പേരിയായിരുന്നു. രാവിലത്തെ റെഡ് ചമ്മന്തി ഉണ്ടായി. അപ്പോൾ റെഡ് ചമ്മന്തിയും പപ്പടും സാമ്പാറും കൊടപ്പനും ചെറുപയറും ഉപ്പേരിയും കൂട്ടി ലഞ്ച് കഴിച്ചു. നാടൻ ഫുഡിനോടാണ് എനിക്കിഷ്ടം, ചിക്കനും നെയ്ച്ചോറും ബിരിയാണിനേക്കാളും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഈവനിങ് ആയപ്പോൾ റോബസ്റ്റ പഴം കൊണ്ടുണ്ടാക്കിയ പാൻ കേക്ക് കഴിച്ചു. പാൻ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കണം. ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. ഡിന്നറിന് ചെറുപയർ ചോറാണ് ഉണ്ടാക്കിയത്. മക്കൾക്ക് ഇടയ്ക്കിടെ ചെറുപയർ ചോറ് ഉണ്ടാക്കും. അപ്പോൾ ഞാനും ഉമ്മയും ഈ ചോറ് തന്നെ കഴിക്കും. ചെറുപയർ നല്ല ഹെൽത്തി ഫുഡാണല്ലോ. ശരിക്കും മീൻ വറുത്തതൊന്നും കഴിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ടായ കാരണം തൈര് കൂട്ടിയില്ല. അല്ലെങ്കിൽ ചെറുപയർ ചോറും തൈരാണ് കഴിക്കാറ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ കയറാം. താങ്ക്സ് ഫോർ വാച്ചിങ്.